ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള നമ്മൾ പുറത്തറിഞ്ഞതിൽ ഒന്ന് മാത്രമാണ്. അറിയാത്തതായി പണമടിക്കുന്ന പല കാര്യങ്ങൾ ശബരിമലയിൽ നടക്കുന്നുണ്ട്. ഭഗവാൻ സമർപ്പിക്കുന്ന തേങ്ങ, നെയ്യ്, ഭക്തർക്ക് നൽകുന്ന പ്രസാദം ഒക്കത്തിലും അഴിമതിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം കാണിക്കയായി ലഭിക്കുന്ന ക്ഷേത്രം ഗുരുവായൂരാണ്. അക്കാര്യത്തിൽ ഗുരുവായൂരപ്പൻ ഭാഗ്യവാന. ഈ അടുത്ത ദിവസവും കിട്ടി ഗുരുവായൂർ കണ്ണന് തങ്ക ഉരുളി. എന്നാൽ ഗുരുവായൂരിൽ നിന്ന് മുക്കിയത് എത്രയാണ് എന്നൊരു കണക്കുണ്ടാകില്ല. കാരണം ദശാബ്ദങ്ങളായി യാതൊരു വിധത്തിലുള്ള ഓഡിറ്റും ശബരിമലയിലോ ഗുരുവായൂരോ അതുപോലെ വരുമാനമുള്ള മറ്റു ക്ഷേത്രങ്ങളിലോ നടന്നിട്ടില്ല എന്നാണ് കേട്ടുകേൾവി. പത്മനാഭസ്വാമി തലസ്ഥാന നഗരിയിൽ 100 ലക്ഷം കോടിക്ക് മുകളിൽ അളവില്ലാത്ത നിധി കാത്തുവച്ചിട്ടുണ്ട്. നിലവറ മാത്രമാണ് 2011 ജൂൺ 27 തുറന്ന് കണക്കെടുത്തിട്ടുള്ളത്. അന്ന് 100 ലക്ഷം കോടി കണക്കാക്കിയപ്പോൾ സ്വർണത്തിന്റെ വില പവന് 18,000 രൂപയ്ക്കും താഴെയാണ്. ഇന്ന് അത് 1 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു. 500% വർധനവ്. അപ്പോൾ 1 ലക്ഷം കോടി 500 ലക്ഷം കോടിയായി മാറിയെന്ന് സാരം. ആചാരപരമായ വിശ്വാസങ്ങളാൽ ബി നിലവറ ഇതുവരെയും തുറന്നിട്ടില്ല. നിലവറയേക്കാളും വിലപിടിപ്പുള്ള ധനശേഖരം ബി നിലവറയിലുണ്ട് എന്നാണ് നിഗമനം. തുറക്കാത്ത ഈ അറയിലേക്ക് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. കേരളമാണ്. മുക്കലും നക്കലും മാത്രമാണ് മുഖമുദ്ര. പിന്നെ കൊട്ടാരത്തിന് മേൽനോട്ടത്തിലാണ് എന്നുള്ളത് മാത്രമാണ് ഒരു ആശയം. എങ്കിലും നിലവിലെ ടെക്നോളജി വെച്ച് ഒന്നും അസാധ്യമല്ല. അത്തരം വാർത്തകളാണ് ഇപ്പോൾ നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ഹൈന്ദവ ആരാധനാലയങ്ങളിൽ വർഷം ഓഡിറ്റ് നടത്താത്തത്? കാരണം മോഷണം. എന്തേ എന്ന് ചോദിക്കാൻ ഹിന്ദുക്കളും തയ്യാറല്ല. കാരണം അടിമത്വം. ശബരിമലയിലും ഗുരുവായൂരും ആറ്റുകാലും അമ്പലപ്പുഴയും തൃപ്രയാറും ചോറ്റാനിക്കരയും കൊടുങ്ങല്ലൂരും ചെട്ടികുളങ്ങരയും എന്ന് തുടങ്ങി എല്ലാ ക്ഷേത്രങ്ങളിലും ഓഡിറ്റ് നടത്തണം. പൊക്കിയതും മുക്കിയതും ഒക്കെ തിരികെ പിടിക്കണം. പൊക്കാനും മുക്കാനും വേണ്ടി എന്തിനാണ് ഒരു ദേവസ്വം ബോർഡും അതിനൊരു മന്ത്രിയും അതിന് 20 പേഴ്സണൽ സ്റ്റാഫും എസ്കോട്ട്, ശമ്പളം, കിമ്പളം ഒക്കെ പോരാഞ്ഞ് സർവ്വത്ര മോഷണവും? ദേവസ്വം ബോർഡ് തന്നെ പിരിച്ചുവിട്ട് ക്ഷേത്രങ്ങൾ സ്വതന്ത്രമാക്കണം. അത് ഹിന്ദുവിൻ്റെ അധീനതയിൽ വരണം. അവിടുത്തെ വരുമാനം ക്ഷേത്രകാര്യങ്ങൾക്കും ഹിന്ദുവിൻ്റെ ക്ഷേമത്തിനുമായി മാത്രം വിനിയോഗിക്കണം. വീടില്ലാത്തവർ, ഉപരിപഠനത്തിന് നിവൃത്തിയില്ലാത്തവർ, പെൺകുട്ടികളെ മുന്നോട്ട് നയിക്കാൻ ഗതിയില്ലാത്തവർ, ആരോരും ആശ്രയമില്ലാത്തവർ, അങ്ങനെ ഹിന്ദുക്കളേറെയാണ്. ഇത്തരത്തിലുള്ള ചൂഷണത്തിന് വിധേയരാകാൻ കാരണക്കാർ ഹിന്ദുക്കൾ തന്നെയാണ്. ഹിന്ദുവിനെ ധ്രുവീകരിച്ച് അടിമക്കൂട്ടങ്ങളാക്കി മാറ്റി ഇടതിനും വലതിനും കൂടി മാറി തേച്ചങ്ങൊട്ടിക്കുക. ഇരുവശത്തു നിന്ന് തമ്മിൽ തല്ലി ഹിന്ദു എന്ന വെളിവില്ലാത്ത ജന്തു ഇങ്ങനെ നാശത്തിലോട്ട്. മന്ത്രയെ കേൾക്കുന്നവർ പറയൂ, മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളുടെ വരുമാനം അവർക്കും ഹിന്ദുവിൻ്റെ ക്ഷേത്ര വരുമാനം സർക്കാരിനും ഇതെന്ത് ന്യായമാണ്? മാറ്റം വേണ്ടേ? ചിന്തിക്കുക. ഓരോ വിശ്വാസിയും ചിന്തിക്കുക, പ്രതികരിക്കുക. വിവേകപൂർണമായ ചിന്തകൾക്ക്, പ്രവൃത്തികൾക്ക്, പ്രതികരണങ്ങൾക്ക് ആശംസകൾ. ഏവർക്കും നന്മകളുണ്ടാകട്ടെ.